ശ്രീകൃഷ്ണ ഭഗവാന്റെയും ജാംബോദിയുടെയും മകനായ സാംബൻ സുന്ദരനും എന്നാൽ അഹങ്കാരിയുമായിരുന്നു. തന്റെ രൂപത്തിലും സൗന്ദര്യത്തിലും അദ്ദേഹം വളരെയധികം അഭിമാനിച്ചിരുന്നു. ഒരിക്കൽ നാരദമുനി ദ്വാരക സന്ദർശിക്കുകയും ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പോകുന്ന വഴിയിൽ സാംബനുമായി കണ്ടുമുട്ടുകയും ചെയ്തു. നാരദന്റെ വയറും വളഞ്ഞ മൂക്കും കളിയാക്കിക്കൊണ്ടാണ് സാംബൻ തമാശ പറഞ്ഞതിൽ നാരദൻ അത്ര സന്തുഷ്ടനായിരുന്നില്ല. അദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിക്കാൻ നാരദൻ തീരുമാനിച്ചു. ദേവി സത്യഭാമ അപകടത്തിലാണെന്നും അടിയന്തര സഹായം ആവശ്യമാണെന്നും അദ്ദേഹം സാംബനെ കബളിപ്പിച്ചു. ആശങ്കാകുലനായ സാംബൻ ദേവി സത്യഭാമയെ അന്വേഷിച്ചു കൊട്ടാരത്തിൽ ചുറ്റിനടക്കാൻ തുടങ്ങി. നാരദൻ ഭഗവാന്റെ ഭാര്യമാരുടെ കുളിമുറിയിലേക്ക് അദ്ദേഹത്തെ സമർത്ഥമായി നയിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് ചിന്തിച്ചുകൊണ്ട് സാംബൻ ആശയക്കുഴപ്പത്തോടെ ചുറ്റും നോക്കുമ്പോൾ ദ്വാരകയിലെ രാജ്ഞികൾ ഞെട്ടിപ്പോയി. സ്ഥിതിഗതികൾ നിരീക്ഷിച്ച നാരദൻ ഭഗവാൻ കൃഷ്ണനെ വേഗത്തിൽ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. മകന്റെ അനുചിതമായ പ്രവൃത്തിയിൽ കോപാകുലനായ ഭഗവാൻ സാംബനെ കുഷ്ഠരോഗം പിടിപെടട്ടെ എന്ന് ശപിച്ചു. മണ്ടത്തരം മനസ്സിലാക്കിയ സാംബൻ ക്ഷമ യാചിക്കുകയും താൻ വഞ്ചിക്കപ്പെട്ടതാണെന്നും തന്റെ അമ്മാരുടെ സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ശ്രീകൃഷ്ണനോട് വിശദീകരിക്കുകയും ചെയ്തു. തന്റെ ശാപം പിൻവലിക്കാൻ കഴിയില്ലെന്ന് കൃഷ്ണൻ മറുപടി നൽകി. കുഷ്ഠരോഗത്തിൽ നിന്ന് സ്വയം സുഖപ്പെടുത്തുന്നതിനായി സൂര്യദേവനെ പ്രീതിപ്പെടുത്താൻ മിത്രവനത്തിൽ കഠിനമായ തപസ്സനുഷ്ഠിക്കാൻ മകനോട് നിർദ്ദേശിച്ചു. അപ്രകാരം കൊണാർക്കിലെ ചന്ദ്രഭാഗ നദിയുടെയും കടലിന്റെയും സംഗമസ്ഥാനത്ത് സാംബൻ തപസ് അനുഷ്ഠിക്കുകയും സംപ്രീതനായ സൂര്യഭഗവാൻ സാംബന്റെ കുഷ്ഠരോഗം മാറ്റി തന്റെ സുന്ദരമായ രൂപം തിരികെ പ്രദാനം ചെയ്തു. അതിന്റെ സ്മരണാർത്ഥം സാംബൻ നിർമ്മിച്ചതാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം.